ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ജോ സൊല്യൂഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ പുതിയ ഒരു ചാപ്റ്ററിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. +1 മാത്സിൻ്റെ ചാപ്റ്റർ 4 ആയിട്ടുള്ള മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ. അതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ? അപ്പോൾ എന്തിനാണ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ യൂസ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. നമുക്കറിയാലോ, 1 മുതൽ n വരെയുള്ള നമ്പേഴ്സിൻ്റെ സ്ക്വയേഴ്സിൻ്റെ സം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? 1 മുതൽ 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് n സ്ക്വയർ. 1 മുതൽ n വരെയുള്ള നമ്പേഴ്സിൻ്റെ സ്ക്വയേഴ്സിൻ്റെ സം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്? n+1 ഇൻറ്റു 2n+1 ഹോൾ ഡിവൈഡഡ് ബൈ 6 ആണ്. ഇത് എല്ലാ നമ്പേഴ്സിനും സെയിം ആണോ എന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. ഇതെല്ലാ നമ്പേഴ്സിനും എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു ഇക്വേഷൻ ആണോ എന്നുള്ളത് നമ്മുടെ അടുത്ത് പ്രൂവ് ചെയ്യാൻ പറയുക. എല്ലാ നമ്പേഴ്സിനും എക്സിസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? മീൻസ് ഫോർ ആൾ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 എല്ലാ നാച്ചുറൽ നമ്പേഴ്സിനും എക്സിസ്റ്റ് ചെയ്യുന്നത് നമുക്ക് പ്രൂവ് ചെയ്യണം. എല്ലാ നാച്ചുറൽ നമ്പേഴ്സിനും ഈ ഒരു റിസൾട്ട് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് പ്രൂവ് ചെയ്യാൻ പറയുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള കേസിലാണ് നമ്മൾ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ യൂസ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ യൂസ് ചെയ്യുന്ന ചാപ്റ്ററിൻ്റെ പേര് പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ എന്നാണ്. ഞാൻ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ മാത്രമേ എഴുതിയിട്ടുള്ളൂ. അപ്പം ഇത്തരത്തിലുള്ള പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ യൂസ് ചെയ്യുന്നത്. അതെങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ സാധാരണ ഇതെങ്ങനെയാണ് ചെയ്യുന്നത്? നമ്മൾ n=1 n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആണല്ലോ. സോ n=1 ശരിയാണോ എന്ന് നോക്കും. അപ്പോൾ n=1 ആകുമ്പോൾ LHS 1 സ്ക്വയർ = 1 കിട്ടും. RHSO ഈ ഒരു ടേമിൽ n പകരം 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. സോ 1 × 1 + 1 2 × 2 × 1 + 1 ആകുമ്പോൾ 3/6 വിച്ച് ഈസ് ഈക്വൽ ടു ഇതും ക്യാൻസൽ ആവും. മേലും 6ഉം താഴെ 6 വിച്ച് ഈസ് ഈക്വൽ ടു 1 എന്ന് കിട്ടി. സോ LHS 1 RHS 1. ഇനി അടുത്തത് n=2 ആകുമ്പം n=2. അപ്പം ഈ രണ്ട് ടേമും കൂടെ ആഡ് ചെയ്യണം. 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു 4 + 1 5. RHS ആകുമ്പം 2 × 2 + 1 × 2 × 2 + 1 മീൻസ് 2 × 2 4 4 + 1 5/6. ഇവിടെയും 3 × 2 6 ഡിനോമിനേറ്റർ 6 വിച്ച് ഈസ് ഈക്വൽ ടു 5. സോ LHS RHS 5 കിട്ടി. ഇതുപോലെ ഓരോ ടേമിനും നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുകയല്ലേ ചെയ്യുന്നത് സാധാരണ. അപ്പോൾ അടുത്ത ടേം ആകുമ്പോഴോ നമുക്ക് n=3 കൂടെ ചെക്ക് ചെയ്യാം. n=3. അവിടെ 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു 1 + 4 + 9 വിച്ച് ഈസ് ഈക്വൽ ടു 14 കിട്ടി. കാണുന്നുണ്ടല്ലോ. RHSO 3 × 4 × 2 × 3 6 കിട്ടും. 6 + 1 7/6. അപ്പോൾ ഇവിടെ 3ഉം 2 കൂടെ പോകുമ്പം ഡിനോമിനേറ്റർ 2 കിട്ടും. ഈ 2ഉം 2 കൂടെ പോകുമ്പം ഇവിടെ 2 കിട്ടും. സോ 7 × 2 = 14 കിട്ടി. അപ്പോൾ അവിടെയും LHS RHS ഈക്വലായി. ഇങ്ങനെ ഇത് n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 എല്ലാ നാച്ചുറൽ നമ്പേഴ്സിനും പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്കിത് എല്ലാ നമ്പേഴ്സിനും ഇങ്ങനെ ചെയ്ത് നോക്കാൻ പറ്റുമോ? ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരത്തില്ലേ? സോ ഇങ്ങനെയുള്ള കേസിലാണ് നമ്മൾ പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ യൂസ് ചെയ്യുക. ഇങ്ങനെയുള്ള കേസിൽ എല്ലാ നാച്ചുറൽ നമ്പേഴ്സിനും ഇത് പ്രൂവ് ആകും എന്ന് എങ്ങനെ പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ വഴി പ്രൂവ് ചെയ്യാമെന്ന് നോക്കാം. ഇതിന് 3 സ്റ്റെപ്പ് ഉണ്ട്. ആ സ്റ്റെപ്പ് എന്താണെന്ന് ഞാനിപ്പോൾ പറഞ്ഞുതരാം. നമുക്ക് തന്നിരിക്കുന്ന ഗിവൺ സ്റ്റേറ്റ്മെൻറ്റിനെ നമ്മൾ P(n) എന്ന് വിളിക്കും. മറ്റേ ക്വസ്റ്റിനകത്ത് 1 തൊട്ട് n വരെയുള്ള നമ്പേഴ്സിൻ്റെ സ്ക്വയേഴ്സിൻ്റെ സം എന്ന് പറഞ്ഞിട്ടില്ലേ, അതാണ് നമ്മുടെ P(n) എന്ന് പറയുന്നത്. എന്നിട്ട് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ആ സ്റ്റേറ്റ്മെൻറ്റ് n=1 ആ n-ന് ആ സ്റ്റേറ്റ്മെൻറ്റിലെ n-ന് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം ആ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. ഓക്കെ, ആ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യണം. P(1) എന്നാണ് പറയുന്നത്. n=1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ P(1) എന്ന് വിളിക്കും. P(1)ന് സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യണം. അടുത്ത സ്റ്റെപ്പിൽ n=k അതായത് P(k)ക്ക് സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യണം. ആ അസ്യൂം ചെയ്തിട്ട് ആ അസംഷനിൽ നിന്നും n=k+1ന് സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. ക്ലിയർ ആയോ? ആദ്യം നമ്മൾ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിനെ P(n) എന്ന് വിളിക്കും. അത് n=1ന് ട്രൂ ആണ്, അത് ശരിയാണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം, തെളിയിക്കണം. അടുത്ത സ്റ്റെപ്പിൽ n=kക്ക് അതാ P(k)ക്ക് സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണെന്ന് അസ്യൂം ചെയ്തിട്ട് ആ അസംഷൻ ഉപയോഗിച്ചുകൊണ്ട് n=k+1ന് സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യണം.
n is equal to k plus 1 അഥവാ p of k plus 1 ട്രൂ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും ഈ സ്റ്റേറ്റ്മെൻറ്റ് തന്നിരിക്കുന്ന ആ ഒരു കണ്ടീഷനകത്തുള്ള നമ്പേഴ്സിനെല്ലാം ശരിയാണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇതാണ് പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ്റെ സ്റ്റെപ്സ് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ ചെയ്ത് നോക്കുമ്പോൾ ക്ലിയർ ആവും. നോക്കിക്കേ, ഇതാണ് നമ്മുടെ എക്സാമ്പിൾ 1. ഈ ക്വസ്റ്റ്യൻ ഞാൻ മുന്നേ പറഞ്ഞിരുന്നത്. ഇത് നമുക്ക് എങ്ങനെ പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ ഉപയോഗിച്ച് സോൾവ് ചെയ്യാമെന്ന് നോക്കാം. ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നതിന് എന്തെന്ന് വിളിക്കണം? പി ഓഫ് എൻ എന്ന് വിളിക്കണം. ലെറ്റ് പി ഓഫ് എൻ ഈസ് ഈക്വൽ ടു 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് n സ്ക്വയർ ഈക്വൽ ടു തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് അതുപോലെ എടുത്ത് എഴുതുക. n ഇൻറ്റു n പ്ലസ് 1 ഇൻറ്റു 2n പ്ലസ് 1 ഹോൾ ഡിവൈഡഡ് ബൈ 6. ഇതാണ് നമ്മുടെ പി ഓഫ് എൻ. ഇനി ഈ സ്റ്റേറ്റ്മെൻറ്റ് n ഈസ് ഈക്വൽ ടു 1ന് ശരിയാണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. സോ n ഈസ് ഈക്വൽ ടു 1, പി ഓഫ് 1 ഈസ് ഈക്വൽ ടു LHSും RHSും കണ്ടുപിടിക്കണം. രണ്ടും ഈക്വൽ ആണെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്, പി ഓഫ് 1ന് കറക്റ്റാണ്. പി ഓഫ് 1 എന്ന് പറയുമ്പോൾ ആദ്യത്തെ ടേം മാത്രം എടുക്കും. സോ 1 സ്ക്വയർ ഈക്വൽ ടു 1, അതാണ് നമ്മുടെ LHS. നമുക്ക് RHS എടുക്കണം. ഈ ഒരു ടേമിൽ എന്നിന് പകരം 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. RHS ഈസ് ഈക്വൽ ടു 1 ഇൻറ്റു എന്നിന് പകരം 1. ഇനി എന്നിന് 1 കൊടുക്കുമ്പോൾ 1 പ്ലസ് 1 ഇൻറ്റു എന്നിന് 1 കൊടുക്കുമ്പോൾ 2 ഇൻറ്റു 1 പ്ലസ് 1, 2 ഇൻറ്റു 1 പ്ലസ് 1 ഹോൾ ഡിവൈഡഡ് ബൈ 6 വിച്ച് ഈസ് ഈക്വൽ ടു 1 ഇൻറ്റു 1 പ്ലസ് 1 2 ഇൻറ്റു 2 ഇൻറ്റു 1 പ്ലസ് 1 2 ഇൻറ്റു 1 2 പ്ലസ് 1 3 ബൈ 6 വിച്ച് ഈസ് ഈക്വൽ ടു 3 2 ക്യാൻസൽ ആകുമ്പോൾ ബാലൻസ് എന്ത് കിട്ടും? 3 2 ക്യാൻസൽ, ബാക്കി ഈ 6ഉം പോയിട്ട് 1 തന്നെ കിട്ടും. സോ LHSും 1 കിട്ടി, RHSും 1 കിട്ടി. വിച്ച് ഈസ് ഈക്വൽ ടു LHS ഈസ് ഈക്വൽ, വിച്ച് ഇംപ്ലൈസ് LHS ഈസ് ഈക്വൽ ടു RHS. Therefore എന്തെന്ന് എഴുതാം? Therefore P of 1 ഈസ് ട്രൂ. ക്ലിയർ ആയോ ഇവിടം വരെ? അടുത്ത സ്റ്റെപ്പ് എന്താ? n ഈസ് ഈക്വൽ ടു kക്ക് ഈ പി ഓഫ് എൻ ശരിയാണെന്ന് അസ്യൂം ചെയ്യണം. അത് എഴുതാം. അസ്യൂം ദാറ്റ് പി ഓഫ് കെ ഈസ് ട്രൂ. പി ഓഫ് കെ ട്രൂ ആണെന്ന് അസ്യൂം ചെയ്യണം. അപ്പോൾ നമ്മൾ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിനകത്ത് എന്നിന് പകരം കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എഴുതാം. പി ഓഫ് കെ ഈസ് ഈക്വൽ ടു, നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് എന്താ? ഇതാണല്ലോ സ്റ്റേറ്റ്മെൻറ്റ്. ഇവിടെ ഈ എന്നിന് പകരം കെ കൊടുക്കണം, ഇവിടുത്തെ ഈ എന്നിനെല്ലാം പകരം കെ കൊടുക്കണം. അത് എഴുതാം. 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് n സ്ക്വയർ അല്ല കെ സ്ക്വയർ, തെറ്റിപ്പോകരുതേ. എന്നിന് പകരം കെ സ്ക്വയർ ഈസ് ഈക്വൽ ടു ഈ എന്നിന് പകരം കെ ഇൻറ്റു കെ പ്ലസ് 1 ഇൻറ്റു 2k പ്ലസ് 1 ഹോൾ ഡിവൈഡഡ് ബൈ 6. നമ്മളങ്ങനെ പി ഓഫ് കെ ശരിയാണെന്ന് നമ്മൾ അസ്യൂം ചെയ്തു. ഇനി നമുക്ക് പി ഓഫ് കെ പ്ലസ് 1 പ്രൂവ് ചെയ്യണം. നൗ we have to show that P of k plus 1 is true. P of k plus 1 true ആണെന്ന് നമുക്ക് അസ്യൂം ചെയ്യാം, പ്രൂവ് ചെയ്യണം. അപ്പോൾ ഈ ഓരോ സ്റ്റെപ്പിന് മാർക്കുണ്ട്. നമ്മൾ പി ഓഫ് 1 ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യുന്നതിന് 1 മാർക്ക് കിട്ടും, പി ഓഫ് കെ അസ്യൂം ചെയ്യുന്നതിന് 1 മാർക്ക് കിട്ടും, പി ഓഫ് കെ പ്ലസ് 1 പ്രൂവ് ചെയ്യുന്നതിന് 2 മാർക്ക് കിട്ടും. അങ്ങനെ സാധാരണ 4 മാർക്കിനാണ് ഈ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ചില സമയത്തേക്ക് മാർക്ക് ഡിസ്ട്രിബ്യൂഷനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റങ്ങൾ വരാം. അപ്പം ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് തന്നെ എഴുതണം. അങ്ങനെ എഴുതുന്നതിന് മാർക്കുണ്ട്. നമുക്കിനി പി ഓഫ് കെ പ്ലസ് 1 എന്ന് എഴുതി നോക്കാം. നോക്കിക്കോ, പി ഓഫ് കെ പ്ലസ് 1 ഈസ് ഈക്വൽ ടു, ഇവിടെ ആദ്യം ഇത്രയും ഉണ്ടാകും, പി ഓഫ് കെ എഴുതണം, പിന്നെ ഒരു അഡീഷണൽ ടേം കെ പ്ലസ് 1 ആണല്ലോ, സോ കെ പ്ലസ് 1 ടേം കൂടെ കാണും. നോക്കിക്കോ, 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ പ്ലസ് എക്സെട്ര കെ സ്ക്വയർ. ഇത് കേത്ത് ഇട്ടാം. നമുക്ക് കെ പ്ലസ് 1 പി ഓഫ് കെ പ്ലസ് 1 സോ ഒരു ടേം കൂടെ കാണും, കെ പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു ഇതെന്ന് വേണമെങ്കിൽ എഴുതാം. ഇതെന്നല്ല എഴുതേണ്ടത്, ഇവിടെ കെക്ക് പകരം കെ പ്ലസ് 1 കൊടുത്ത് കെക്ക് പകരം കെ പ്ലസ് 1 കൊടുത്ത് ഇവിടെ എഴുതണം RHSൽ. അങ്ങനെ RHS എഴുതിയിട്ട് LHSും RHSും ചെയ്ത് വരുമ്പം ഒരേപോലെ കിട്ടുന്നെന്ന് പ്രൂവ് ചെയ്യണം. LHS ചെയ്യുക, RHS ഇവിടെ കെക്ക് പകരം കെ പ്ലസ് 1 കൊടുത്ത് എഴുതുക. ഫൈനലി ചെയ്ത് വരുമ്പോൾ LHSും RHSും ഒരേപോലെ കിട്ടണം. അതൊരു മെത്തേഡ്. രണ്ടാമത്തെ മെത്തേഡ് ഞാൻ സാധാരണ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ LHS എഴുതി വരും,
അത് മാത്സ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് മൾട്ടിപ്ലിക്കേഷനും ബ്രാക്കറ്റ് ഓപ്പണിങ്ങും ഒക്കെ ചെയ്ത് ഒരു ഫോമിലാക്കി വെച്ചതിന് ശേഷം നമുക്ക് RHS നോക്കാം. RHS നമുക്ക് ധാരണ ഉണ്ടാവണമല്ലോ. RHSൽ ഈ എന്നിന് പകരം അല്ലെങ്കിൽ ഈ കെയ്ക്ക് പകരം K+1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഒരു ഫോം കിട്ടും. ആ ഫോമും ഈ LHS ചെയ്തു വരുന്നതും കറക്റ്റ് ആവണം. എങ്ങനെ ഉണ്ടെങ്കിലും നമുക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെ കിടക്കുന്ന P(k+1) നമുക്ക് ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ആ ഒരു സമ്മിന് പകരം നമ്മൾ അസ്യൂം ചെയ്ത് വെച്ചേക്കുന്ന അസംഷൻ ഉണ്ടല്ലോ, P(k) നമ്മൾ അസ്യൂം ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. അതിൽ നമ്മൾ P(k)യുടെ വാല്യൂ എന്തെന്ന് അസ്യൂം ചെയ്ത് വെച്ചേക്കുന്നത് നോക്കിക്കേ. P(k)യുടെ വാല്യൂ നമ്മൾ ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള നമ്പേഴ്സിൻ്റെ സം k × k+1 × 2k+1/6 അസ്യൂം ചെയ്ത് വെച്ചേക്കുന്നത്. അതായത് ഇവിടം തൊട്ട് ഇവിടം വരെ ഉള്ളതിൻ്റെ. സോ ഈ ഒരു വാല്യൂ നമ്മൾ ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള വാല്യൂസിൻ്റെ സമ്മായിട്ട് കൊടുക്കാം. അഡീഷണൽ ആയിട്ട് ഈ k+1 ഹോൾ സ്ക്വയറും കൊടുക്കാം. ഓക്കെ, നമുക്ക് എഴുതാം. which is equal to k × k+1 × 2k+1 whole divided by 6 പ്ലസ് ഈ ഒരു ടേം k+1 ഹോൾ സ്ക്വയർ. നമുക്ക് എന്താ ചെയ്യുക? നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. വിച്ച് ഈസ് ഈക്വൽ ടു k × k+1 നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പം k × k+1 × 2k+1 + 6 × k+1 ഹോൾ സ്ക്വയർ ബൈ 6 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ ഒരു k+1 ഉണ്ട്, ഇവിടെ ഒരു k+1 ഉണ്ട്. സോ ഈ രണ്ടിടത്തു നിന്നും k+1 സ്ക്വയർ ആണ് ഉള്ളത്. രണ്ട് ടേമിൽ നിന്ന് ഒരു k+1 നമുക്ക് കോമൺ എടുക്കാം. കോമൺ എടുക്കുമ്പം k+1 × ഇവിടെ ബാലൻസ് k × 2k+1 + 6 × k+1 ഇങ്ങനെ കിട്ടും. ഇനി നമുക്ക് ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. ക്ലിയർ ആയല്ലോ? ഇവിടെ എല്ലാവർക്കും ക്ലിയർ ആയല്ലോ അല്ലേ? നമ്മൾ രണ്ട് ടേമിൽ നിന്ന് ഒരു k+1 കോമൺ എടുക്കുക ചെയ്ത് നമുക്കിനി ഇത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. വിച്ച് ഈസ് ഈക്വൽ ടു k+1 × 2k × k 2k² + k plus 6 × k 6 × 1 6k + 6 which is equal to k+1 × 2k² plus 6k plus 6 sorry 6k plus k 7k plus 6 എന്ന് കിട്ടും. നമുക്കിതിനെ ഇനി ഫാക്ടറൈസ് ചെയ്യാം. ഞാനിതിനെ ഫാക്ടറൈസ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. 2k² plus 7k plus 6നെ ഞാൻ എങ്ങനെ 7k plus 6നെ ഞാൻ ഈ 2 കൊണ്ട് 6നെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 12 എന്ന് കിട്ടും. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 12ഉം ആഡ് ചെയ്യുമ്പോൾ 7ഉം കിട്ടണം. സോ 4 × 3 എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 12 കിട്ടും, ആഡ് ചെയ്യുമ്പം 7ഉം കിട്ടുന്നുണ്ട്. സോ ഞാനിതിനെ എങ്ങനെ എഴുതാൻ പോവുകയാണ്? 2k² plus 4k plus 3k എന്ന് പറഞ്ഞാൽ 7k കിട്ടുമല്ലോ. സോ 4k plus 3k plus 6. എന്താ 4k തന്നെ ആദ്യം എഴുതിയേ? കാരണം 2ഉം 4ഉം തമ്മിൽ കോമൺ ആയിട്ടുള്ള ഫാക്ടർ ഉണ്ടായതുകൊണ്ടാണ് 4k ആദ്യം എഴുതി. അതുപോലെ തന്നെ 3ഉം 6ഉം തമ്മിൽ കോമൺ ഫാക്ടർ ഉണ്ട്. കാരണം ഇവിടുന്ന് രണ്ടിടത്തുനിന്ന് എനിക്ക് 2k കോമൺ എടുക്കാം. അപ്പോൾ ഇവിടെ ബാലൻസ് ഒരു k + 2 കിട്ടും. പ്ലസ് ഇവിടുന്ന് രണ്ടിടത്തും 3 കോമൺ എടുക്കുമ്പം ബാലൻസ് k + 2 കിട്ടും. സോ ഈ രണ്ടിടത്തുനിന്ന് ഞാൻ k + 2 കോമൺ എടുക്കുന്നു. സോ 2k + 3 എന്ന് കിട്ടി. ക്ലിയർ ആയല്ലോ? അപ്പോൾ നമുക്ക് ഈ ഒരു ഇതിന് പകരം നമുക്കിത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. വിച്ച് ഈസ് ഈക്വൽ ടു k+1 × k + 2 × 2k + 3. അപ്പോൾ ഇവിടെ ഇങ്ങനെ നിൽക്കട്ടെ, നമുക്ക് നോക്കാം. നമുക്കിനി RHS എന്താണ് കിട്ടേണ്ടതെന്ന് നോക്കാം. ഓക്കെ, നമുക്ക് RHS ഓഫ് P(k+1) ഒന്ന് കണ്ടുപിടിക്കാം. നമ്മുടെ ജനറൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ RHS എന്തായിരുന്നു? n × n+1 നമുക്ക് ഇക്വേഷൻ കാണാതെ പഠിച്ചിട്ടുള്ളതാണ് നമ്മൾ പണ്ട്. 1 തൊട്ട് n വരെയുള്ള നമ്പേഴ്സിൻ്റെ സ്ക്വയേഴ്സിൻ്റെ സം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ തന്നെ അത് തന്നെയാണിത്. n × n+1 × 2n+1/6 എന്നുള്ളതാണ് നമ്മുടെ ഇക്വേഷൻ. ഇതിൽ n വരെ നമുക്ക് k+1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. സോ k+1 × k+1 + 1 അപ്പോൾ k + 2 ഇൻറ്റു ഇത് 2 × k+1 ഒന്ന് എഴുതി നോക്കാം. 2 × k+1 ആകുമ്പം 2k + 2 പിന്നെ +1 അപ്പം 2k + 3 എന്ന് കിട്ടും. 2k + 3 ഹോൾ ഡിവൈഡഡ് ബൈ 6 ആണേ. അപ്പം ഇതാണ് നമ്മുടെ RHS. നമുക്കിവിടെ ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. എന്താ? നമ്മൾ ഇവിടെ ഒരു ഹോൾ ഡിവൈഡഡ് ബൈ 6 ഉണ്ടായിരുന്നു. നമ്മൾ ആ 6 അങ്ങ് കളഞ്ഞു താഴോട്ട് വന്നപ്പോഴേക്കും. ഇവിടെ ഹോൾ ഡിവൈഡഡ് ബൈ 6 ഉണ്ട്. ഇവിടെ എല്ലാം ഹോൾ ഡിവൈഡഡ് ബൈ ഒരു 6 ഉണ്ട് ആണേ. അപ്പോൾ നമുക്ക് നോക്കിക്കുക RHS എന്തെന്ന് കിട്ടി? k + 1 × k + 2 × 2k + 3/6 എന്ന് കിട്ടി.
അതുതന്നെയല്ലേ നമുക്കിവിടെ കിട്ടേണ്ടുന്നത് LHSഉം. സോ LHSഉം RHSഉം ഈക്വലായി. ഇതാണ് LHS. ക്ലിയർ ആവുന്നോ? നമ്മൾ P(k+1) ചെയ്ത് വരുമ്പോൾ LHSഉം RHSഉം ഈക്വൽ ആവണം. അതാണ് നമ്മുടെ തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. സോ ഇവിടെ LHSഉം RHSഉം ഈക്വലായി. നമുക്ക് എങ്ങനെ എഴുതാം? LHS ഈക്വൽ ടു RHS. എന്നിട്ട് എന്തെഴുതണം? Therefore P(k+1) ഈസ് ട്രൂ. ഇതെല്ലാ ക്വസ്റ്റിനും എഴുതുന്ന സ്റ്റേറ്റ്മെൻറ്റാണ്. P(k+1) ഈസ് ട്രൂ whenever, കാരണം P(k)യുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോഴാണ് P(k+1) ട്രൂ ആയത്. സോ whenever P(k) ഈസ് ട്രൂ. P(k+1) ട്രൂ ആയപ്പോഴാണ് P(k) ട്രൂ ആയപ്പോഴെല്ലാം. ഇനി ലാസ്റ്റ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൂടെ എഴുതി നിർത്തണം. ഹെൻസ്, എല്ലാ പ്രോബ്ലംസിനും എഴുതുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഹെൻസ് ബൈ പ്രിൻസിപ്പിൾ ഓഫ് mathematical induction, hence by principle of mathematical induction P(n) is true for all n greater than or equal to 1. പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ വഴി നമ്മൾ P(n) എല്ലാ n-നും ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്തു. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ചെയ്തത് ഞാൻ ഒന്നുകൂടെ പറയാം. അത് കഴിഞ്ഞ് രണ്ട് ടേമിൽ നിന്നും k+1 കോമൺ എടുത്തു. ആ ഹോൾ ഡിവൈഡഡ് ബൈ 6 അതുപോലെ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ ഈ k കൊണ്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. എന്നിട്ട് ഞാൻ ഈ ഒരു ടേമിനെ ഞാൻ ഫാക്ടറൈസ് ചെയ്ത് എഴുതി. അതിന് ആ ഫാക്ടറൈസ് ചെയ്ത് കിട്ടിയപ്പോൾ വാല്യൂ ഞാനിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എന്നിട്ട് ഞാൻ RHS നോക്കി. ഞാൻ മുന്നേ പറഞ്ഞു വേണമെങ്കിൽ RHS എഴുതി വരാം. ഞാനിവിടെ കുറച്ച് എഴുതി വെച്ചിട്ടാണ് RHS നോക്കിയത്. അപ്പം RHSഉം LHSഉം സെയിം ആയി. അതുകൊണ്ട് തന്നെ P(k+1) ഈസ് ട്രൂ whenever P(k) ഈസ് ട്രൂ എന്ന് കിട്ടി. അതുപോലെ തന്നെ ഹെൻസ് ബൈ പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ P(n) ഈസ് ട്രൂ ഫോർ ആൾ n greater than or equal to 1. ഇത്രയേ ഉള്ളൂ നമ്മുടെ പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ വഴി ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്നത്. ഈസിയാണ്. 3 സ്റ്റെപ്പേ ഉള്ളൂ. ആ 3 സ്റ്റെപ്പ് നമ്മൾ ക്ലിയർ ആയിട്ടങ്ങ് ചെയ്താൽ മതി. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാം. ഇതിൻ്റെ ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഉൾപ്പെടുത്താം. ഒന്നുമില്ല, ആദ്യം നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് P(n) എന്നെടുത്ത് എഴുതി. എന്നിട്ട് P(1)ന് ട്രൂ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് P(k)ക്ക് ശരിയായിരിക്കുമെന്ന് നമ്മൾ അസ്യൂം ചെയ്തു. എന്നിട്ട് നമ്മൾ P(k+1) പ്രൂവ് ചെയ്യാൻ വേണ്ടി നോക്കുകയാണ്. അപ്പോൾ P(k+1) നമ്മൾ എഴുതി. ഈ പ്രോബ്ലത്തിൽ ഞാൻ 2k² + 7k + 6നെ ഫാക്ടറൈസ് ചെയ്തില്ലേ, ആ ഒരു രീതി മനസ്സിലാവാത്തവർക്ക് നമുക്ക് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന രീതിക്ക് അത് സോൾവ് ചെയ്യാം. അതും കൂടി ഞാൻ പറഞ്ഞുതരാം. 2k² + 7k + 6 ആണ് നമ്മുടെ ഇക്വേഷൻ. അതിനകത്ത് a എന്ന് പറഞ്ഞാൽ k2ൻ്റെ കോഎഫിഷ്യൻറ്റ് 2, b എന്ന് പറഞ്ഞാൽ k-യുടെ കോഎഫിഷ്യൻറ്റ് 7, c എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻറ്റ് ടേം അത് 6. സോ 2, 7, 6. നമ്മുടെ ഇക്വേഷൻ എന്തുവാ? -b + o - p² - 4ac ഹോൾ ഡിവൈഡഡ് ബൈ 2a. സോ ഈ ബിക്കും എക്കും സിക്കും ഞാൻ ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. നോക്കിക്കേ, 49 - 4 × 2 × 6, 4 × 2 8 കിട്ടും. 8 × 6 എന്ന് പറയുമ്പോൾ 48 കിട്ടും. സോ 49 - 48 അവിടെ 1 ആയിപ്പോവും. ബാക്കിയെല്ലാം അതുപോലെ തന്നെ. സോ -7 ± 1 ഡിവൈഡ് ബൈ 4. അപ്പം 2 ടേം കിട്ടും. -7 + 1/4 കിട്ടും. -7 - 1/4 കിട്ടും. ഇവിടെ -7 + 1 എന്ന് പറയുമ്പം വലുതിൽ നിന്ന് ചെറുത് കുറച്ചിട്ട് വലുതിൻ്റെ ചിഹ്നം. സോ 7 - 1 6 കിട്ടും. 7 നെഗറ്റീവ് ആയതുകൊണ്ട് -6/4 ഇവിടെ രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് നെഗറ്റീവ് സൈൻ -8/4 കിട്ടും. വിച്ച് ഈസ് ഈക്വൽ ടു ഇത് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ -3/2 എന്നും ഇവിടെ -2 എന്നും കിട്ടും. അപ്പോൾ 2 റൂട്ട് കിട്ടി. സോ നമ്മൾ എങ്ങനെ എഴുതുന്ന ഫാക്ടേഴ്സ്? k + 3/2 k + 2. സോ ഞാൻ ഈ ഒരു നോക്കി, ഇതാണ് നമുക്ക് RHS കിട്ടേണ്ടത് കേട്ടോ. RHS ഇതുപോലെ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ നോക്കുന്നത്. ഞാൻ ഈ ഒരു ഫ്രാക്ഷന് പകരം ഞാൻ ഈ റൂട്ട് ചേർത്ത് ഫാക്ടേഴ്സ് എഴുതുക. 2k² + 7k + 6 എന്നാണ് കിടക്കുന്നത് ഹോൾ ഡിവൈഡ് ബൈ 2. ഇതിന് പകരം ഞാൻ k + 3/2 എന്നും k + 2 എന്നും എഴുതി. അപ്പോൾ നമുക്ക് കിട്ടുന്നുണ്ടോ നോക്കാം. അപ്പം k + 1 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2k + 3 × k + 2/6. നോക്കിക്കേ, ഇതെല്ലാവരും നമുക്ക് RHS കിട്ടേണ്ടതേ. k + 1 × 2k + 3 × k + 2/6. അത് തന്നെ നമുക്ക് ഇങ്ങനെ ചെയ്താലും കിട്ടും. ഇത് പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ചിലപ്പോൾ ഫാക്ടറൈസേഷൻ ചെയ്യുന്നത് മറ്റു മെത്തേഡിൽ ചെയ്യുന്നത് അറിയണം എന്നില്ല. അങ്ങനെയുള്ളവർക്ക് ചിലപ്പം ഡൗട്ട് തോന്നും ഇങ്ങനെ കിട്ടുന്നതെന്നുള്ളത്. അപ്പം അങ്ങനെ ഒരു ഡൗട്ട് വരാതിരിക്കാനാണ് ഈ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യാൻ നമ്മൾ പണ്ട് തൊട്ടേ പഠിക്കുന്നത്. അപ്പം ഈ ഒരു രീതിയിൽ സോൾവ് ചെയ്താൽ നമുക്ക് റൂട്ട് കിട്ടും. ഇപ്പം നെഗറ്റീവ് റൂട്ടാണ് കിട്ടുന്നതെങ്കിൽ k+ എന്ന് പറഞ്ഞ് എഴുതും. മീൻസ് x ആണെങ്കിൽ x+ എന്ന് എഴുതും. പോസിറ്റീവ് റൂട്ടാണ് കിട്ടുന്നത്. ഇപ്പം 5 എന്നാണ് എക്സിൻ്റെ കെയുടെ വാല്യൂ ഇവിടെ k ആണ്. അതുകൊണ്ട് കെൻ്റെ വാല്യൂ 5 കിട്ടുന്നതെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതും? k - 5 എന്ന് എഴുതും. മനസ്സിലായല്ലോ?
അപ്പം അതുപോലെ എഴുതി അങ്ങ് ചെയ്താൽ മതി. ഇങ്ങനെ ചെയ്താലും കിട്ടും. മറ്റേ രീതിയിൽ ഫാക്ടറൈസേഷൻ അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ രീതിയിൽ ചെയ്താൽ മതി. രണ്ട് മെത്തേഡിനെ പറ്റി എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ മതി. നമുക്കിത് പറഞ്ഞ് തന്ന് ക്ലിയർ ചെയ്ത് പോകാം കേട്ടോ. ഓക്കെ, അപ്പം ഇതിൻ്റെ ബാലൻസ് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഉൾപ്പെടുത്താം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തൂടെ ഷെയർ ചെയ്യുക.